നമ്പും മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറയുന്നത് പോലെ ഭരിക്കുന്ന പാർട്ടിയുടെ കഴിവുകേടുകൾ ചൂണ്ടിക്കാണിച്ച് ഒന്ന് നേർവഴിക്കാക്കാനാണ് സത്യത്തിൽ നമുക്കൊരു പ്രതിപക്ഷമുള്ളത്. എന്നാൽ പ്രതിപക്ഷം എന്ന് പറയുന്നതായിരിക്കും ഇപ്പോൾ ശരിയാവുക. കാരണം സ്വന്തം പാർട്ടിക്കുള്ളിലെ അടി പരിഹരിച്ചിട്ട് വേണ്ടേ അപ്പുറത്ത് പ്രശ്നം കണ്ടെത്താൻ. കസേരക്കടി, മൈക്കിനടി, മിണ്ടാനടി, വന്നില്ലേലടി, വന്നാലടി. സത്യത്തിൽ പലവിധ അഴിമതികൾ പുറത്തു വന്നിട്ടും നമ്മുടെ മുഖ്യം പറയുന്നത് പോലെ ഈ കപ്പൽ ആടി ഉലയില്ല സാർ എന്ന വാക്ക് അർത്ഥവത്താക്കുന്നത് ശക്തമായി പ്രതികരിക്കാത്ത നമ്മുടെ പ്രതിപക്ഷത്തിന്റെ കഴിവുകേടാണെന്ന് തന്നെ നിസ്സംശയം പറയാം. കൂട്ടയടിയുടെ വിഷ്വൽ സഹിതം പുറത്തു വന്നിട്ട് അടിച്ചോ ഞങ്ങൾ അവിടെ സീരിയസ് ടോപ്പിക്സ് ചർച്ച ചെയ്യുകയായിരുന്നു എന്നും ഇതെല്ലാം വ്യാജമാണെന്നും പറഞ്ഞ് തള്ളിപ്പറയാൻ KSUവിന്റെ ചുണക്കുട്ടികൾ രംഗത്തെത്തിയതും വൈറലായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലെന്നേ, ഡാൻസും അടിയും രക്തവും ഒക്കെയുള്ള വീഡിയോ വൈറലായിട്ടും ഇതൊക്കെ ചുമ്മാതാണെന്നും പറഞ്ഞ് രംഗത്തെത്തിയത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്ന വലിയ സംഘർഷമാണ്, വലിയ കൂട്ടത്തല്ലാണ്, വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ. അതെ, നിങ്ങൾ കണ്ടത് തല്ലല്ല, ഡാൻസ് അല്ല, അച്ചടക്കമായി കുട്ടികൾ സീരിയസ് ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ് പുറത്തു വന്നത് കോൺഗ്രസിന്റെ കുട്ടി നേതാവാണ്. നേതൃത്വത്തിന്റെ വീഴ്ച അക്കമിട്ട് നിരത്തി KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് വരെ പുറത്തു വന്നു. എന്നാലും കണ്ടതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞ് തള്ളി മറിക്കല്ലേ നമ്മുടെ നേതാവ്. പിന്നെ തള്ളാനും മരിക്കാനും ഒന്നും ആരും മോശക്കാരല്ല കേട്ടോ. കാരണം ബാർക്കോഴ കേസിൽ ഒരു മുതലാളിയുടെ ശബ്ദം നല്ല രീതിയിൽ തന്നെ വൈറലായിരുന്നു. അത് പറയുന്ന ഓരോ ഡയലോഗും നമ്മൾ കേട്ടതുമാണ്. ഡ്രൈഡേ എടുത്തു കളയാനും നമുക്ക് വേണ്ടി മറ്റു പലതും ചെയ്യാനും കൊടുക്കേണ്ടത് കൊടുക്കണം. എന്നാൽ നിന്ന നിൽപ്പിലല്ലയോ പുള്ളി മലക്കം മറിഞ്ഞത്. 2.5 ലക്ഷം രൂപ ചോദിച്ചത് കെട്ടിടത്തിന്റെ ധനസഹായത്തിനായിരുന്നു അത്രേ. ചോറ് തിന്നുന്ന മലയാളിക്ക് ഇതൊന്നും തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വരില്ലല്ലോ. ഒരു തരത്തിൽ പറഞ്ഞ ഒരു തനിയാവർത്തനമാണ് ഇപ്പൊ നടക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അതിന്റെ കാരണം പറയുന്നതിന് മുൻപ് ഞാനൊരു പഴയ ഓർമ്മ ഒന്ന് പുതുക്കാം. ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. ഇനിയെങ്കിലും വേണ്ടത് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടത്താൻ ഏൽപ്പിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങളെയും കൂടി ഇതിൽ പെടുത്തി അന്വേഷിക്കണം എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ്. രാജിവെച്ച് ഒഴിഞ്ഞ് ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞ് അതിൻ്റെ ഫലം വന്നതിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇരിക്കാമെന്ന കണക്കൂട്ടലിലേക്ക് ഉമ്മൻചാണ്ടി എത്തണം. കാലത്തിന്റെ കാവ്യനീതി എന്നോ അതോ കല്ലറയിൽ കിടക്കുന്ന കുഞ്ഞുഞ്ഞിന്റെ കളിയാണോ എന്നോ അറിയില്ല. പിണറായിയുടെ ഈ വാക്കുകൾ ഇപ്പം സ്വയം ഏറ്റെടുക്കേണ്ട നിലയിലേക്ക് പിണറായിയെ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അന്ന് 1 കോടി രൂപയായിരുന്നെങ്കിൽ ഇന്ന് 20 കോടിയല്ലേ വിഷയം. ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ LDF സർക്കാർ ഇപ്പൊ കുപ്പി വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് മുന്നോട്ട് പോകുന്നത്. അന്നത്തെ ബിജു രമേശിന്റെ വാക്കുകളെല്ലാം CPMന് വേദവാക്യങ്ങളായിരുന്നു. അത് അവരെ ശരിക്കും മുതലെടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ അബ്കാരിയുടെ വാക്കുകളെ വേണ്ടത്ര വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയാതെ വന്നത് അവരുടെ കഴിവുകേടാണോ എന്നതാണ് ജനങ്ങളുടെ സംശയം. പറഞ്ഞ വാക്കുകൾ സ്വന്തം നെഞ്ചിന് നേരെ വരുമ്പോ പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ എന്ന അവസ്ഥയാണ് സത്യത്തിൽ നമ്മുടെ മുഖ്യനുള്ളത്. മേയറുടെ വിഷയമോ ബാർക്കോഴ കേസോ പ്രളയമോ ലൈഫ് പദ്ധതിയോ അനധികൃത നിയമനമോ മുഖ്യമന്ത്രിയുടെ ദൂർത്തോ ക്ഷേമ പെൻഷനോ വിലക്കയറ്റമോ റോഡിന്റെ പ്രശ്നങ്ങളോ AI ക്യാമറ വിവാദമോ ഒന്നും തന്നെ വേണ്ടവിധം ഉപയോഗിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് ഒരു തരത്തിൽ സാധിച്ചിരുന്നില്ല. പിന്നെ പ്രതിപക്ഷമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് നമ്മുടെയൊക്കെ സംശയം.